കോൺഗ്രസ് പ്രതിനിധി ഷംഷാദ് മരിക്കാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷംഷാദ് മരിക്കാർ, ഈ ഒരു വിഷയം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് ഈ വിഷയത്തിൽ, ബ്രഹ്മഗിരി വിഷയത്തിൽ നിക്ഷേപകരായി പണം നഷ്ടപ്പെട്ട ആളുകൾ, അതിനോടൊപ്പം തന്നെ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് കോഴിയെയും കുഞ്ഞുങ്ങളെയും തീറ്റയും കൊടുക്കുമെന്നും നിശ്ചിത സമയം വളർത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ബ്രഹ്മഗിരി സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് വനിതകളെ JLG ലോൺ എടുപ്പിക്കുകയും ഈ പദ്ധതിയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ മുഴുവൻ സാമ്പത്തിക ബാധ്യതയിലാണ്. അത് വലിയ സാമ്പത്തിക ബാധ്യത നിക്ഷേപകരുടെ മേലിൽ നിൽക്കുമ്പോൾ ഇത്തരം ആളുകളുടെ കാര്യം നമ്മൾ പൊതു ഇടത്തിൽ വലിയ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അവരുടെ പ്രശ്നമുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കാർ ബ്രഹ്മഗിരിക്ക് അനുവദിച്ച തുകയുണ്ട്. അവസാനം കോഫി സംഭരണത്തിന് വേണ്ടി അനുവദിച്ച 5 കോടി, ഓരോ ബഡ്ജറ്റിലും അനുവദിച്ച പണം, കേരള ചിക്കനുമായി ബന്ധപ്പെട്ടുള്ള പണം, ബ്രഹ്മഗിരിയുടെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട് കൊടുത്ത പൊതുപണം, അതിനോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ CPMന്റെ നിയന്ത്രണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകൾ, മിൽക്ക് സൊസൈറ്റികൾ, അതിന് പൊതുപണം, അതായത് ആ സൊസൈറ്റിക്ക് കീഴിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട തുക CPMന്റെ ഒരു ഭരണസമിതിയാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് 2 കോടി രൂപയിൽ പരം തുക വയനാട്ടിലെ സർവീസ് സഹകരണ സംഘങ്ങൾ ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. 10 കോടി രൂപ കോഴിക്കോടിൽ നിന്ന് നിക്ഷേപം വാങ്ങിയിട്ടുണ്ട്. ഒരു 10 കോടിയോളം കണ്ണൂരിൽ നിന്നും 8 കോടിയോളം രൂപ പാലക്കാട് നിന്നും വാങ്ങിയ പണമുണ്ട്. അത് പൊതുപണമാണ്. ഇതിനെല്ലാം CPM നേതൃത്വം മറുപടി പറയാം. ഇതൊരു കേവലം CPMന്റെ ഒരു സൊസൈറ്റി മാത്രമല്ല. ഈ സൊസൈറ്റിക്ക് സർക്കാർ നിയന്ത്രണമുണ്ട്. കാരണം ഈ ഡയറക്ടർ ബോർഡിൽ 2 പേരെന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും ക്ഷീരവികസന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. അത് സർക്കാർ അറിയാതെ അത്തരം ആളുകളെ ഡയറക്ടർ ബോർഡ് എടുക്കാൻ കഴിയില്ല. വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ശ്രീ OR കേളു ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. അപ്പൊ CPM ഭരിക്കുന്ന സൊസൈറ്റിയിൽ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ സർക്കാരിന്റെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ സബ്സിഡി നോംസിന് നിൽക്കുന്ന ഒരു സ്ഥാപനമായി ഇതിനെ മാറ്റിയത് സർക്കാരാണ്. അപ്പൊ ഇത്തരത്തിൽ സർക്കാരിന് കൃത്യമായ ഇടപെടൽ നടത്തിയുള്ള സ്ഥാപനമാണ്. പക്ഷേ നൌഷാദ് പറഞ്ഞതുപോലെ ഒരു കമ്പനി വളരെ പെട്ടെന്ന് പൊടുന്നനെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതല്ല. അവിടെ നടന്ന അഴിമതിയെ തുടർന്നാണ് ഈ പണം നഷ്ടപ്പെട്ടതും ഈ കമ്പനി തകർന്നതും. ആ പണം അഴിമതി നടത്തിയത് CPM നേതാക്കളാണ്. CPMന്റെ ഉന്നതരായ നേതാക്കൾക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട്. അത് പുറത്തു കൊണ്ടുവരികയും ഇവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നയം. പക്ഷെ ഇതിൽ നിക്ഷേപകരായത് 95% ആളുകളും ഇടതുപക്ഷ അനുഭാവികളാണ്. അവർ റിട്ടയർ ചെയ്ത അധ്യാപകർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, പ്രവാസികൾ, ഇവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളായതുകൊണ്ട് അവരൊരിക്കലും CPMനെ തള്ളിപ്പറഞ്ഞ് ഇപ്പൊ പൊതുയിടത്തിൽ വരുന്നുണ്ട്. അതിനു മുമ്പ് ഏത് സമയത്തും CPMന്റെ നേതൃത്വം ഇത് ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. അവർക്ക് ആ പണം ആവശ്യമുണ്ട് എങ്കിൽ അവർക്കുള്ള എല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകുകയും ചെയ്യും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഷംഷാദ് മരിക്കാർ.